കേസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഞങ്ങൾ നിയമപരമായിട്ട് നേരിടും. അതിൻ്റെ അകത്ത് യാതൊരു സംശയമില്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ചോളം സെൻസർ ചെയ്യപ്പെട്ടൊരു സിനിമ ഇന്ത്യയിൽ എവിടെയും പ്രദർശിപ്പിക്കാനുള്ള സെൻസർ ബോർഡിൻ്റെ അനുമതി ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മറ്റ് യാതൊരു സാങ്കേതിക തടസ്സങ്ങളുമില്ല ഈ സിനിമ പ്രദർശിപ്പിക്കുക. പിന്നെ തെറ്റായൊരു പ്രചരണം സമൂഹത്തിന്, പുരുഷ സമൂഹത്തിനെതിരെയാണ് എന്ന് ഒരു കാടടച്ച് വെടിവെക്കുന്ന രീതിയിൽ ഒരാൾ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. പുരുഷ സമൂഹത്തിൻ്റെ മൊത്തം അട്ടിപ്പേറാവകാശം ഇപ്പോൾ ഈ പരാതിക്കാരന് മാത്രമെന്ന് നമുക്കാർക്കും പറയാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിൽ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിൻ്റെ കഥയാണെന്നോ അതല്ലെങ്കിൽ അദ്ദേഹത്തെ അവമാനിക്കുന്ന രീതിയിലാണെന്ന് പറഞ്ഞിട്ടൊരു ഒരാളൊരു പരാതി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ തന്നെ നേരിടുകയോ സംസാരിക്കുകയൊക്കെ ചെയ്യാം. ഇതെല്ലാത്തിടത്തോളം സംബന്ധിച്ചോളം ഇതൊരു കള്ള പരാതിയാണ്, അതല്ലെങ്കിൽ ഈ സിനിമയെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പരാതിയായിട്ടാണ് തോന്നുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് സിനിമയിൽ ഏത് സിനിമ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പല രീതിയിലുള്ള ഡീഗ്രേഡ് ചെയ്യുന്ന രീതിയിൽ നടക്കുന്നുണ്ട്. അത് സിനിമയുടെ ഭാഗമായിട്ട് ഞങ്ങളതിനെ അങ്ങനെ കാണുന്നുള്ളൂ. അതിൻ്റെ സ്പോർട്ടി സ്പിരിറ്റിൽ തന്നെ ഞങ്ങൾ എടുക്കുന്നുള്ളൂ. അതൊരു പ്രശ്നമല്ല. പക്ഷേ ഇത് സിനിമയുടെ പ്രദർശന വിജയത്തെ ബാധിക്കുന്ന രീതിയിലേക്ക് ആവുമ്പോഴാണ് മാത്രമാണ് നമുക്കതിന് എതിരെ പ്രതികരിക്കേണ്ടി വരിക എന്നുള്ളതാണ് ആദ്യം ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്. അതിന് കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. തെളിവ് കൊണ്ടുവരാൻ പറയും. പോലീസായാലും ശരി, കോടതിയായാലും ശരി, തെളിവ് കാണിക്കാൻ പറ്റും. ഇതിനെങ്ങനെ തെളിവ് കൊടുക്കും? അപ്പോൾ ആ രീതിയിൽ വലിയ പ്രശ്നങ്ങൾ സ്ത്രീകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും അവർക്ക് പുറത്തു പറയാൻ പറ്റാത്ത അവരുടെ സാമൂഹിക പശ്ചാത്തലം കാര്യങ്ങളൊക്കെ കൊണ്ട് അവർക്ക് പുറത്തു പറയാൻ പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങൾ സ്ത്രീകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ ഈ സിനിമയിൽ നമ്മുടെ കഥാപാത്രങ്ങളുടെ അതേ മാനസികാവസ്ഥയിലുള്ള ഒരു നല്ല ശതമാനം സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരൊന്നും പറയുന്നില്ല, അല്ലെങ്കിൽ അവരിത് സപ്രസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ സിനിമ ചെയ്യാൻ തന്നെയുള്ള കാരണം. അതാണ് അങ്ങനത്തെ ഒരു സിനിമ ചെയ്യാനുള്ളൊരു കാരണം തന്നെ ഇത്തരം വിഷയങ്ങൾ പുറത്ത് പറയാനായിട്ട് സ്ത്രീകൾ തയ്യാറാകുന്നില്ല. അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് എന്ന് തോന്നിയതുകൊണ്ടാണ് ഈ വിഷയം തന്നെ നമ്മൾ സിനിമയാക്കുന്നത്. ആ സിനിമ വലിയ രീതിയിൽ ആളുകൾ ഏറ്റെടുക്കണമെന്നൊരു പ്രതീക്ഷയും കമൽ സാറിനെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ വന്നതിന് ശേഷം അത്തരമൊരു പ്രവണത കാണുന്നില്ല. കേരളത്തിലാണെങ്കിലും അത്തരം പ്രവണത കാണില്ല. സാറിനെ സംബന്ധിച്ച് ഒരു മാനസികമായ ഒരു ബുദ്ധിമുട്ടുണ്ടായി കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്തരം ഒരു സിനിമ കാത്തിരുന്ന് പ്രേക്ഷകർ വരുമ്പോൾ ഇത്തരം ഒരു വക്കീൽ നോട്ടീസ് വരുന്നു, അതിനെതിരെ ചില ആളുകൾ മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യുന്നതായിട്ട് അങ്ങനെയൊക്കെയാണ് സാറിന് തോന്നുന്നത്? അല്ല, അതിനെപ്പറ്റി ഞാൻ കമൻറ്റ് ചെയ്യുന്നില്ല. മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യുന്നത് അവരുടെ സ്വാതന്ത്ര്യമാണ്, അല്ലെങ്കിൽ അവരുടെ പെർവേഷൻസ് ആണ്. അതൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കും. അതങ്ങ് നടക്കും. അതിനെപ്പറ്റി നമുക്കറിയില്ല. പക്ഷെ ഞാൻ മാനസികമായിട്ട് തകരേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ആദ്യമായിട്ട് സിനിമ ചെയ്തില്ലേ. ഇത്തരം ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ പരാജയങ്ങളും വിജയങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ സിനിമ പരാജയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. കാരണം ഇതിനങ്ങനെ വലിയ സാമ്പത്തികമായ എന്താ പറയുക പ്രശ്നങ്ങളൊന്നുമില്ല. പടം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ മലയാള സിനിമ തിയേറ്ററുകളിൽ സൂപ്പർ സ്റ്റാറുകളുടെ പടമാണ് ആദ്യമായിട്ട് തിയേറ്ററിൽ ആൾക്കാർ കയറുന്നത്. മറ്റൊരുപാട് സങ്കേതങ്ങളുണ്ടല്ലോ. ഇപ്പോൾ OTT ഉണ്ട്, സാറ്റലൈറ്റ് ഉണ്ട്. ഇതിലൊക്കെ പ്രേക്ഷകർ ഒരുപാട് പേര് ഇത് കാണും. ഈ സിനിമ കാണാൻ വേണ്ടി തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ തിയേറ്ററിലും ആൾക്കാർ കാണുന്നുണ്ട്. നിങ്ങളിപ്പോൾ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സ്ത്രീകളാണ് സിനിമ കാണാൻ വരുന്നത്. പുരുഷന്മാരധികം വരുന്നില്ല എനിക്ക് ഒരുപക്ഷെ. കാരണം വെച്ചാൽ അവർക്ക് തന്നെ ഈ പറയുന്ന ഒരു ചളിപ്പൊക്കെ ഉണ്ടാവാം. പക്ഷെ സ്ത്രീകൾ അത്യാവശ്യം സിനിമ കാണുന്നുണ്ട്. ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട്. അവർ ഇങ്ങനൊരു വിഷയം അഡ്രസ്സ് ചെയ്തതിൽ അവർ നമ്മളോട് വളരെ താങ്ക്ഫുൾ ആണെന്നുള്ള രീതിയിൽ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. പ്രൊഡ്യൂസേഴ്സിനെ വിളിക്കുന്നുണ്ട്, എന്നെ വിളിക്കുന്നുണ്ട്, ഷൈനെയൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളെ സംബന്ധിച്ചുള്ള സിനിമ വിജയം തന്നെയാണ്. പിന്നെ മുൻകാലങ്ങളിലൊക്കെയാണ് നമ്മൾ പറയുന്നത്. മുൻകാലങ്ങളിലാണ് ഈ അവസ്ഥ ഉണ്ടാകുന്നത്. കാരണം സിനിമ തിയേറ്ററിൽ ഓടുന്നില്ല എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ഡയറക്ടറെ സംബന്ധിച്ചോളം പ്രൊഡ്യൂസറെ സംബന്ധിച്ചോളം വേറെ വഴിയാണ്. ഇപ്പം അങ്ങനെയല്ല. ഇത് ഒരുപാട് പേരുടെ അടുത്തേക്ക് ഈ സിനിമ എത്തുന്നത് നമുക്ക് നല്ല വിശ്വാസമുണ്ട്. കാരണം അങ്ങനെ വരുമ്പോൾ തന്നെ ഒരുപാട് സ്ത്രീകൾ ഈ സിനിമ കാണുകയും കൂടുതൽ അഭിപ്രായം വരികയും ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ സിനിമയുടെ ആത്യന്തികമായ ഒരു വിജയം എന്ന് പറയുന്നത് അത് ജനങ്ങൾ ഏറ്റെടുക്കുക എന്ന് പറയുന്നത് കുറേ കാലം കഴിഞ്ഞാലും ഏറ്റെടുക്കും. അതാണല്ലോ ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പം എൻ്റെ പഴയ സിനിമകളെ കുറിച്ചൊക്കെ തന്നെ ഇപ്പോൾ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിപ്പോഴും അവരുടെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഒരു സിനിമ കാലാധിപത്യമായിട്ട് അല്ലെങ്കിൽ കാലത്തെ അതിജീവിച്ച് കുറേ കാലം നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ആ കാര്യത്തിൽ ഈ സിനിമ വലിയ സക്സസ് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു നല്ല സിനിമയാണെങ്കിൽ പ്രേക്ഷകർ അത് റിവ്യൂ ചെയ്ത് സ്വീകരിക്കും. പക്ഷേ ഇപ്പം ഇറങ്ങുന്ന സിനിമകളിൽ കൂടുതലും അങ്ങനെ കൊള്ളത്തില്ല എന്ന് റിവ്യൂ വന്നാൽ പോലും പലപ്പോഴും നല്ല സിനിമകളാണ് പ്രേക്ഷകർ അത് കണ്ട് തിയേറ്ററിൽ ഓടും. വിവേകാനന്ദന്റെ അവസ്ഥയിൽ ഇപ്പോൾ അത്ര ഒരു പുഷ് കിട്ടുന്നില്ല. അപ്പം ഈ പറഞ്ഞ റിവ്യൂവിന്റെ കേസ് വന്നാലും ശരി, ഇങ്ങനെ പരാതി വന്നാൽ നല്ലൊരു സിനിമയാണ് പ്രേക്ഷകർ അത് സ്വീകരിക്കുമല്ലോ. അല്ല, ഞാനത് ആദ്യം പറഞ്ഞത്. കാരണം നല്ല സിനിമ എന്ന് പറയുന്നത് എപ്പോഴായാലും പ്രേക്ഷകർ സ്വീകരിക്കും. ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ പ്രേക്ഷകർ പോയി തിയേറ്ററിൽ ഒന്ന്
കാണണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് സൂപ്പർ സ്റ്റാറിൻ്റെ സിനിമയുണ്ട്. ഇനിയും ഇപ്പം എല്ലാ തീയതിയും പടം കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും സമയമുണ്ടല്ലോ. സ്ത്രീകൾക്ക് ഒറ്റയടിക്ക് ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി ഒരു നെഗറ്റീവ് റിവ്യൂ ഒക്കെ വരുമ്പോൾ ആദ്യം ഒന്ന് ആശങ്ക ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. അതിനെ മറികടക്കുന്നത് എങ്ങനെയാണ്? അവരുടെ സുഹൃത്തുക്കളോ അവർക്ക് വേണ്ടപ്പെട്ടവർ ഈ സിനിമ കണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകൾ സിനിമ കണ്ടിട്ട് അവർ പറയും ഇത് മറ്റുള്ളവർ പറയുന്നത് നോക്കണ്ട, ആണുങ്ങൾ പറയുന്നതാണ്, ആണുങ്ങൾ കുറ്റം പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല, ഇത് നമ്മൾ കാണേണ്ട സിനിമയാണെന്ന് പല സ്ത്രീകളും പറഞ്ഞ് അവർ വന്ന് തിയേറ്ററിൽ കാണും. അതിനുള്ള സാവകാശം അവർക്ക് കൊടുക്കണം. മുൻകാലങ്ങളിലൊക്കെ സിനിമ അങ്ങനെയുണ്ട്, നിങ്ങൾക്കറിയാലോ. ഈ സോഷ്യൽ മീഡിയ ഒക്കെ വരുന്നതിന് മുമ്പുള്ള കാലത്ത് ആദ്യമൊക്കെ ഒരാഴ്ച ഒരു മനുഷ്യനുണ്ടാവില്ല ചില പടങ്ങൾ. ഇപ്പം എൻ്റെയൊക്കെ തന്നെ പല സിനിമകൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ആളില്ലാതെ ഈ സിനിമ പോയി ആയിരിക്കും ചിലപ്പോൾ പിന്നെ വലിയ കളക്ഷനിലേക്ക് വലിയ ഹിറ്റായി മാറിയ കുറേ സിനിമകൾ ഞങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ ചിലപ്പോൾ ഈ പറഞ്ഞ സോക്കോൾഡ്. പിന്നെ നമ്മൾ ആരെ ടാർഗറ്റ് ചെയ്യുന്നു, ഏത് പ്രേക്ഷകനെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ നിങ്ങൾ സിനിമ കാണാൻ പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്നെ ഉദ്ദേശമുള്ളൊരു സിനിമയല്ല, അല്ലെങ്കിൽ എനിക്ക് പറ്റുന്നൊരു സിനിമയല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളതിനെ ചിലപ്പോൾ റിജക്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും. പക്ഷേ ഇത് വേറെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. അപ്പം നമ്മളെ സംബന്ധിച്ചോളം അതാണ് നമ്മൾ നോക്കുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഫസ്റ്റ് ഡേ ഓഡിയൻസിനെ അല്ല എന്നുള്ളതാണ് ഈ സിനിമ ഇപ്പോൾ തെളിയിക്കുന്നത്. സ്ത്രീപക്ഷ സംഘടനകളുണ്ടല്ലോ അവിടെ, അവര് പിന്തുണ പ്രഖ്യാപിക്കുകയോ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാവുന്നതാണല്ലോ, അവർക്കൊക്കെ പല രീതിയിൽ ഈ സോഷ്യൽ മീഡിയ അറ്റാക്ക് വരുമെന്ന് പേടിച്ചിട്ടായിരിക്കും അവർ പരസ്യമായിട്ട് പലരും രംഗത്ത് വരാത്തത്. അല്ലാതെ ചില ആൾക്കാരുണ്ട്. ഇപ്പോൾ ഈ ട്രാൻസ് വുമണൊക്കെ ഒരുപാട് പേര് അവരുടെ സംഘടനയൊക്കെ ഞങ്ങളൊക്കെ വിളിച്ചിട്ട് അവർ പരസ്യമായിട്ട് പിന്തുണയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ഈ സിനിമയിൽ പറയുന്ന വിഷയം എന്ന് പറഞ്ഞാൽ മൈ ബോഡി മൈ പ്രൈഡ് എന്നാണ്. എൻ്റെ ശരീരം എൻ്റെ അവകാശം. അതിൻ്റെ പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകളെ പോലെ തന്നെ ഈ ട്രാൻസ് വുമൺ ഒരുപാട് നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ കമ്മ്യൂണിറ്റി വല്ലാതെ അതിന് വിധേയരായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അവരൊക്കെ ഏറ്റെടുക്കുന്നുണ്ട്. പരസ്യമായിട്ട് ചിലപ്പോൾ അവർ ഈ സിനിമ എൻ്റേതാണെന്ന് പറഞ്ഞിട്ട് വരാനായിട്ട് ഇപ്പോഴത്തെ കാലത്ത് മടിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ കാര്യം നിങ്ങൾക്കറിയാമല്ലോ. പക്ഷെ അതുകൊണ്ട് പിന്തുണയില്ല നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇതിപ്പം ഒരു പുരുഷനെ കേന്ദ്രീകരിച്ച്, പുരുഷന്റെ വൈകൃതങ്ങളെ കേന്ദ്രീകരിച്ചൊരു സിനിമയാണ്. അത് നേരെ ഓപ്പോസിറ്റ് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഒരു സ്ത്രീയുടെ വൈകൃതങ്ങൾ അങ്ങനെയുള്ള സ്ത്രീകളുണ്ട്. അപ്പൊ അവരെ ബേസ് ചെയ്തൊരു സിനിമയാണ് സാർ എടുത്തതെങ്കിൽ, അതുപോലെ തന്നെ അതിനെതിരായിട്ട് സ്ത്രീകൾ രംഗത്തിറങ്ങുകയാണെങ്കിൽ സാറിന് ഒരു ദിവസമെങ്കിലും ഈ സിനിമ ഓടിക്കാൻ പറ്റും എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനത്തെ ഒരു സിനിമ ഞാൻ എടുക്കില്ല. ആദ്യം അത് പറയാം. കാരണം സ്ത്രീകൾക്കെതിരായിട്ടൊരു സിനിമ ഞാൻ എടുക്കില്ല. കാരണം അത് എൻ്റെ പോളിസിയാണ്, എൻ്റെ ഒരു നിലപാടാണ്. കാരണം ഇത്രയും കാലം സിനിമ ചെയ്തിട്ട് ഒരു സ്ത്രീകളെ മോശമാക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരായിട്ടൊരു സിനിമ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, ചെയ്യുകയില്ല. ഏത് പുരുഷൻ ഇനി ഞങ്ങളുടെ എനിക്ക് എതിർപ്പായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യില്ല. അതെൻ്റെ നിലപാടാണ്. അല്ല, കഥയിലും എനിക്ക് പറ്റാത്ത, എനിക്ക് എൻ്റെ നിലപാടുകൾക്ക് യോജിക്കാത്ത കഥ ഞാൻ ചെയ്യില്ലല്ലോ, ഒരിക്കലും ചെയ്യില്ല. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ് ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്.